പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മളിന്ന് ഒരു പുതിയ മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഏപ്രിൽ 1. നമുക്കറിയാം, ഏറെ പ്രത്യേകതകൾ നിറഞ്ഞ, അനുഗ്രഹങ്ങൾ നിറഞ്ഞ ദിവസങ്ങൾ ഈ ഏപ്രിൽ മാസത്തിൽ. വലിയ ആഴ്ച, ഓശാന ഞായർ, പെസഹ വ്യാഴം, ദുഃഖവെള്ളി, ഈസ്റ്റർ എല്ലാം ഈ മാസമാണ് വരുന്നത്. അനുഗ്രഹത്തിൻ്റെ, അഭിഷേകത്തിൻ്റെ ദിവസങ്ങളാണ്. ഈ ഏപ്രിൽ 1-ാം തീയതി കർത്താവിൻ്റെ അരികിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഈ മാസം അനുഗ്രഹത്തിൻ്റെ മാസമായി മാറാൻ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 3-ാം സങ്കീർത്തനം അധ്യായം 3, 4 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു: ഉച്ചത്തിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു, തൻ്റെ വിശുദ്ധ മന്ദിരത്തിലിരുന്ന് അവിടുന്ന് എനിക്ക് ഉത്തരമരുളുന്നു. ഞാൻ ശാന്തമായിട്ട് കിടന്നുറങ്ങുന്നു, ഉണർന്നെഴുന്നേൽക്കുന്നു. എന്തെന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ്. എനിക്കെതിരെ പാളയമടിച്ചിരിക്കുന്ന 10,000-ങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. ഈ നോമ്പ് കാലത്ത് അനുതാപത്തിൻ്റെ, പ്രായശ്ചിത്തത്തിൻ്റെ ഏതെങ്കിലും ഒരു സന്ദേശം പറയാനാണ് ഞാൻ ആദ്യം ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ ഇന്നത്തെ ദിവസം അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് കർത്താവിൽ ആശ്രയിക്കുന്നതിനെ കുറിച്ച് പറയാനാണ് എന്നെനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഈ വചനം പങ്കുവയ്ക്കുന്നത്. സ്നേഹമുള്ളവരെ, ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിലെ വലിയൊരു അനുഭവമാണ് നമുക്ക് മാതൃകയായിട്ട് ദൈവം തരുന്നത്. കാരണം ഈ കാലഘട്ടത്തിൽ നമ്മൾ ഒത്തിരി ഉത്കണ്ഠകളിലൂടെ, ആകുലതകളിലൂടെ, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ പലർക്കും ഉറക്കമില്ല. രാത്രിയിൽ ഉറക്കം കിട്ടുന്നില്ല, പകല് ഉറക്കം തൂങ്ങിയിരിക്കുക, അല്ലെങ്കിൽ പകൽ ഉറങ്ങുക, അങ്ങനെയൊക്കെ പല പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. കാരണം നമ്മളിൽ പലരെയും ഒത്തിരിയേറെ ഉത്കണ്ഠകളും ആകുലതകളും ഭയങ്ങളും, സാമ്പത്തിക മേഖലകളെക്കുറിച്ചുള്ള ഭയങ്ങൾ, മക്കളെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ, അങ്ങനെ ഒത്തിരിയേറെ അസ്വസ്ഥതകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദാവീദ് രാജാവിൽ നിന്ന് പഠിക്കാനുള്ള ചില കാര്യങ്ങൾ ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പോൾ ഇവിടെ ദാവീദ് രാജാവ് പറയുകയാണ്, ഞാൻ ശാന്തമായിട്ട് കിടന്നുറങ്ങുന്നു, ഉണർന്നെഴുന്നേൽക്കുന്നു. എന്തെന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് അദ്ദേഹത്തിൻ്റെ വലിയ വിശ്വാസവും ബോധ്യവുമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ മകൻ തന്നെ അദ്ദേഹത്തെ കൊല്ലാൻ ആളുകളുമായിട്ട് യുദ്ധം ചെയ്യുന്നു. പുറത്ത് 10,000-കണക്കിന് ആളുകൾ അദ്ദേഹത്തിന് എതിരായിട്ട് പടയാളികൾ നിൽപ്പുണ്ട്. അദ്ദേഹം സ്വന്തം പുത്രനാൽ കൊല ചെയ്യപ്പെടാം, വധിക്കപ്പെടാം. അതോടൊപ്പം തന്നെ ഒത്തിരി പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും ദാവീദിനുണ്ടായിരുന്ന ഒരു അനുഗ്രഹം, അല്ലെങ്കിൽ ദൈവത്തിൽ ഉറച്ച വിശ്വാസമുള്ളൊരു വ്യക്തിക്കുണ്ടാകുന്ന അനുഗ്രഹം ദാവീദ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഞാൻ ശാന്തമായിട്ട് കിടന്നുറങ്ങുന്നു, ഉണർന്നെഴുന്നേൽക്കുന്നു. എന്തെന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. സ്നേഹമുള്ളവർ, ഈ നോമ്പ് കാലത്ത് നമ്മൾ പ്രായശ്ചിത്തം, ഉപവാസം, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ നോമ്പ് കാലത്ത് നമുക്കുണ്ടായിരിക്കേണ്ട വലിയൊരു മനോഭാവമാണ് കർത്താവിൻ്റെ കരങ്ങളിലാണ് ഞാനെന്നുള്ള ബോധ്യത്തോടുകൂടെ എല്ലാ ഉത്കണ്ഠകളും ആകുലതകളും, നമ്മൾ അസ്വസ്ഥപ്പെടുത്തുന്ന, നമ്മുടെ ഉറക്കം കളയുന്ന എല്ലാ കാര്യങ്ങളും കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളത്, അത് നമ്മുടെ ജീവിതത്തിലെ വിശ്വാസത്തിൻ്റെ വലിയൊരു ആഴമാണ് കാണിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പലർക്കും കുറേ പ്രാർത്ഥിക്കാനും കുറേ ദൈവസന്നിധിയിലിരിക്കാനും ഉപവസിക്കാനൊക്കെ സാധിക്കുന്നുണ്ടെങ്കിലും അവർക്ക് കർത്താവിൻ്റെ കരങ്ങളിലാണ് തങ്ങളെന്നുള്ളൊരു ബോധ്യം ലഭിക്കുന്നില്ല. പലപ്പോഴും പിശാച് അവരെ ഭയപ്പെടുത്തുകയാണ്. ഒന്നുകിൽ സാമ്പത്തിക കാര്യങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ മക്കളെക്കുറിച്ചുള്ള കാര്യങ്ങൾ, രോഗങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ, കുടുംബത്തിലെ കലഹങ്ങൾ,
അങ്ങനെ സമാധാനവും സന്തോഷവുമില്ലാത്ത ഒരവസ്ഥയിലൂടെ തിന്മയുടെ ശക്തികൾ നമ്മളെ കൊണ്ടുപോകുമ്പോൾ ദാവീദ് രാജാവ് നമുക്ക് നല്ലൊരു മാതൃക നൽകിയാണ്. അദ്ദേഹം താൻ കർത്താവിൻ്റെ കരങ്ങളിലാണ് എന്ന് അദ്ദേഹം വിശ്വസിച്ചുകൊണ്ട് തൻ്റെ ഭവനത്തിന് ചുറ്റും എതിരാളികൾ അദ്ദേഹത്തെ കൊല്ലാൻ കാത്തു നിൽക്കുമ്പോഴും ശാന്തമായിട്ട് കിടന്നുറങ്ങി. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, യേശുവേ നന്ദി. സ്നേഹമുള്ളവരെ, പ്രതിസന്ധികൾ ഉള്ളപ്പോൾ കിടന്നുറങ്ങുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. രാത്രിയിൽ ഉറക്കം കിട്ടാത്തവരോട് ചോദിച്ചാൽ നമുക്ക് അപ്പോഴാണ് ഉറക്കത്തിൻ്റെ വില അറിയുക. ഇപ്പം ഞങ്ങൾ അച്ഛന്മാരും ധ്യാനകേന്ദ്രമൊക്കെ ആയതുകൊണ്ട് രാത്രിയിൽ ഉറക്കം കിട്ടാത്ത അനേകർ വന്ന് പ്രാർത്ഥന സഹായം ചോദിക്കാറുണ്ട്. വാസ്തവത്തിൽ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ ദാവീദ് രാജാവ് നമ്മളെ പഠിപ്പിക്കുകയാണ്, നമ്മൾ എത്ര പ്രതിസന്ധിയിലൂടെ കടന്നു പോയാലും എത്ര തകർച്ചയിലൂടെ കടന്നു പോയാലും കർത്താവിൻ്റെ കരങ്ങളിലാണ് എന്നുള്ളൊരു ബോധ്യത്തിൽ നമ്മൾ വളരണം. അതാണ് ഒരു ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ വിശ്വാസത്തിൻ്റെ തെളിവ്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, യേശുവേ നന്ദി. എന്നാൽ നമുക്ക് ഈ കാലഘട്ടത്തിൽ അറിയാം, നമ്മുടെ മക്കൾക്കും യുവതിയുവാക്കൾക്കും ദമ്പതികൾക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ചെറിയ പ്രശ്നങ്ങളും ചെറിയ പ്രതിസന്ധികളും ഒക്കെ ജീവിക്കാനുള്ള ആഗ്രഹം പോലും എടുത്തു കളയുകയാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച പൂനെയിലായിരുന്നു. നിങ്ങൾ പ്രാർത്ഥിച്ചതിനൊക്കെ നന്ദി. വളരെ നല്ല കൺവെൻഷനായിരുന്നു. ആ പൂനെ രൂപതയുടെ പിതാവ് ധ്യാനത്തിൽ മുഴുവനായിട്ട് സംബന്ധിച്ച് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ആദ്യത്തെ ദിവസം അതോടെ പത്തനംതിട്ടയിലെ മെത്രാപ്പോലിത്തയും അവിടെ വന്നിരുന്നു. ആദ്യത്തെ ദിവസം മലങ്കര കത്തോലിക്ക കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയായിരുന്നു. അതിലെല്ലാ അച്ഛന്മാരും സിസ്റ്റേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അതിന് മുമ്പത്തെ ആഴ്ച ഞങ്ങൾ ബോംബെയിൽ ധ്യാനം നടത്തിയപ്പോൾ ഞാനും സിബിയും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ അടുത്ത് അവിടെ ഒരു അച്ഛൻ പങ്കുവച്ചൊരു അനുഭവം പറയുമായിരുന്നു. അച്ഛൻ പറഞ്ഞതായിരുന്നു, അവിടെ അവരുടെ സ്കൂളിൽ 1600 കുട്ടികളുണ്ട്. ICSE സിലബസാണ്. ഒക്കെ അത്യാവശ്യം നല്ല സാമ്പത്തികമുള്ള ഭവനങ്ങളിലൊക്കെ കുട്ടികളാണ്. നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണ്. നല്ല കഴിവുള്ള കുട്ടികളാണ്. അപ്പോൾ ആ ദിവസങ്ങളിൽ സംഭവിച്ചൊരു കാര്യം, പരീക്ഷയുടെ ദിവസങ്ങളായിരുന്നു. പരീക്ഷകൾ നടന്ന് ഒരു ദിവസത്തെ പരീക്ഷ കഴിഞ്ഞപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ കാണാനില്ല. അങ്ങനെ അവരെല്ലാവരും, ടീച്ചേഴ്സ് എല്ലാവരും കൂടെ പെട്ടെന്ന് പോയി അന്വേഷിച്ചപ്പോൾ ഒരാൾ ബാത്റൂം അടച്ചിട്ടിരിക്കുന്നുണ്ട് എന്നവർക്ക് മനസ്സിലായി. കുറേ നേരമായിട്ട് പുറത്തു വരുന്നില്ല. അങ്ങനെ ടീച്ചേഴ്സ് സിസ്റ്റേഴ്സൊക്കെ പോയി ബാത്റൂമോ വാതിലിലൊക്കെ കുറേ അടിച്ച് തല്ലി പൊളിക്കുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വാതിൽ നിർബന്ധമായിട്ട് തുറന്നു. അപ്പോൾ അതിൻ്റെ അകത്തിരുന്ന് ഒരു 10ാം ക്ലാസ്സിലെ പെൺകുട്ടി ഇരുന്ന് കരയുകയാണ്. അപ്പോൾ എന്താണ് കരയെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, 3 മാർക്കിനുള്ള ചോദ്യം തെറ്റിപ്പോയി, ഞാൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. 3 മാർക്കിനുള്ള ചോദ്യം തെറ്റിപ്പോയി. സിബി ഞാനും ഞങ്ങൾ കേട്ട കാര്യമാണ്. 3 മാർക്കിനുള്ള ചോദ്യം തെറ്റിപ്പോയി, ഞാൻ അതുകൊണ്ട് മരിക്കാൻ തീരുമാനിച്ചു. ഇനി എന്തിനാ ജീവിക്കുന്നത്? അപ്പോൾ ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് 3 മാർക്ക് പോയി എന്ന് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ ഇനി ജീവിതത്തിന് അർത്ഥമില്ല, ജീവിക്കേണ്ടതില്ല എന്ന് ചിന്തിക്കുകയാണ്. പിന്നെ അവിടെയുള്ള സിസ്റ്റേഴ്സും അച്ഛന്മാരും ഒക്കെ ഒത്തിരി ആ കുട്ടിക്ക് കൗൺസിലിംഗ് കൊടുത്തും പ്രാർത്ഥിച്ചും ഒക്കെയാണ് ആ കുട്ടിയെ ആ ചിന്തയിൽ നിന്ന് കരകയറ്റിയത്. ഇത് നമ്മുടെ നാട്ടിലും എല്ലായിടത്തുമുള്ളൊരു പ്രശ്നമാണ്. ഒത്തിരി കഴിവുകളും ഒത്തിരി അറിവുകളും നമ്മുടെ കുട്ടികൾക്കും യുവതിവാക്കൾക്കും ഉണ്ടെങ്കിലും ജീവിതത്തിലൊരു ചെറിയ പ്രശ്നം വരുമ്പോഴേക്കും ഇനി ജീവിക്കണ്ട, അല്ലെങ്കിൽ ജീവിതത്തിന് അർത്ഥമില്ല എന്നൊക്കെയുള്ള വിധത്തിലേക്ക് കടന്നു പോകുന്ന മനുഷ്യരാണ് കൂടുതലുമുള്ളത്. അവിടെ ദാവീദ് രാജാവ് നമുക്ക് പറഞ്ഞു തരികയാണ്. ദാവീദ് രാജാവിനെ കൊല്ലാൻ സ്വന്തം മകൻ തന്നെ നിൽക്കുമ്പോൾ, 10,000 കാത്തു നിൽക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ ശാന്തമായിട്ട് കിടന്നുറങ്ങും, കാരണം ഞാൻ എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലാണ്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. സ്നേഹമുള്ളവരെ, പിശാച് ഒരു വശത്ത് കുറേ അറിവുകളും സന്തോഷങ്ങളും സുഖങ്ങളും ഒക്കെ തരുമ്പോഴും മറുവശത്ത് ചെറിയ പരാജയങ്ങളെ പോലും, ചെറിയ പ്രതിസന്ധികളെ പോലും, ചെറിയ സങ്കടങ്ങളെ പോലും കൈകാര്യം കഴിയാത്ത വിധത്തിൽ മനുഷ്യൻ്റെ മനസ്സിനെ ദുർബലമാക്കുകയും നിരാശ കൊടുക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ, ഈ നോമ്പ് കാലത്തിൽ നമ്മൾ പ്രത്യാശയുള്ളവരായി ദൈവത്തിൽ ആശ്രയിച്ച് നമ്മുടെ എല്ലാ ഉത്കണ്ഠകളും ദൈവത്തിന് ഏൽപ്പിച്ച്, നമ്മുടെ ഭയങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ജീവിക്കുക എന്നുള്ളതാണ് വിശ്വാസത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ പടി. നമുക്ക് അതിന് കഴിയണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. കഴിഞ്ഞ ആഴ്ച നമ്മൾ തിരുവനന്തപുരത്ത് ഒരു എയർപോർട്ടിൽ ജോലി ചെയ്തിരുന്ന
24 വയസ്സുള്ള മേഘ എന്ന് പറയുന്ന ഒരു ഇൻ്റലിജൻസ് ഓഫീസർ ആത്മഹത്യ ചെയ്തതിനെ കുറിച്ച് വായിച്ചു. സ്നേഹമുള്ളവരെ, അവരുടെ ആ മാതാപിതാക്കളുടെയൊക്കെ സങ്കടം കാണുമ്പോൾ അവർക്ക് ഒരേ ഒരു മകളാണ്. ആ മകൾക്ക് 24 വയസ്സാണ്, പഠിപ്പിച്ച് ഇൻ്റലിജൻസിൽ ഓഫീസറാണ്, എയർപോർട്ടിൽ ജോലി ചെയ്യുന്നു, ഇഷ്ടംപോലെ സാലറിയുള്ള നല്ല അറിവുള്ള പെൺകുട്ടിയാണ്. പക്ഷെ ഒരു പ്രേമബന്ധം അത് തകർന്നുപോയി എന്നതിൻ്റെ പേരിലാണ് ആ ഇൻ്റലിജൻസ് ഓഫീസറായിട്ടുള്ള പെൺകുട്ടി അങ്ങനെ ട്രെയിനിൽ തലവെച്ച് ആ കുട്ടി മരിച്ചത്. അപ്പോൾ അതേക്കുറിച്ചുള്ള വാർത്തകളൊക്കെ ഈ ദിവസങ്ങളിൽ നമ്മൾ പത്രങ്ങളിലൊക്കെ കാണുന്നുണ്ട്. സ്നേഹമുള്ളവരെ, മനുഷ്യരുടെ മനസ്സിൽ പെട്ടെന്നാണ് നിരാശയും സങ്കടവും ജീവിക്കേണ്ട എന്ന ചിന്തയൊക്കെ കടന്നു വരുമ്പോൾ കർത്താവിൻ്റെ വചനവും ദാവീദ് രാജാവും നമുക്ക് തരുന്ന വലിയൊരു പ്രത്യാശ ഇതാണ്: എത്ര പ്രതിസന്ധി ഉണ്ടെങ്കിലും, എത്ര വലിയ പരാജയങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വന്നാലും, രോഗങ്ങൾ കടന്നു വന്നാലും ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിക്കുക. ദൈവത്തിൻ്റെ കരങ്ങളിലാണ് എൻ്റെ ജീവിതമെന്ന് പറഞ്ഞ് അത് മനസ്സിലാക്കി ജീവിക്കുക. അതിന് നമ്മൾ നമ്മുടെ മക്കളെ ഒരുക്കേണ്ടതുണ്ട്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. സ്നേഹമുള്ളവർ, നമ്മുടെ മക്കൾക്ക് നമ്മൾ വിദ്യാഭ്യാസം നൽകുന്നുണ്ട്, നല്ല ഭക്ഷണം നൽകുന്നുണ്ട്, അവർ ചോദിക്കുന്നതൊക്കെ വാങ്ങിക്കൊടുക്കുന്നുണ്ട്. അവരെ പഠിപ്പിക്കണം. ജീവിതത്തിൻ്റെ പരാജയങ്ങളിലും പ്രതിസന്ധികളിലും രോഗങ്ങളിലും തകർച്ചകളിലും നമ്മൾ തകർന്നു പോകരുത്. നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കണം. ഈ കാണുന്നതെല്ലാം കടന്നു പോകും, ദൈവം എല്ലാം നന്മയ്ക്കായി മാറ്റും എന്ന് കുട്ടികൾക്ക് ദൈവവിശ്വാസം നൽകിയില്ലെങ്കിൽ ചെറിയ പ്രതിസന്ധികളിൽ പോലും തളർന്നു പോകുന്ന, മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു തലമുറയായിരിക്കും ഇനി വരാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, വിജയങ്ങളെ പോലെ പരാജയങ്ങളെയും സ്വീകരിക്കാൻ നമ്മൾ പഠിപ്പിക്കണം. വിജയങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ സന്തോഷിക്കുന്നത് പോലെ പരാജയങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും അല്ലെങ്കിൽ ദുഃഖങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും അതിനെയും നമ്മൾ പഠിക്കണം, അതിനെ കൈകാര്യം ചെയ്യാൻ പഠിക്കണം. കർത്താവിൽ ആശ്രയിക്കുന്നവർക്കാണ് ഇതിനുള്ള ശക്തി, അഭിഷേകമൊക്കെ ലഭിക്കുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്. 40-ാം അധ്യായത്തിൽ 28, 29, 30 തിരുവചനങ്ങളിൽ വായിക്കുകയാണ്: കർത്താവ് നിത്യനായ ദൈവവും ഭൂമി മുഴുവൻ്റെയും സൃഷ്ടാവുമാണ്. അവിടുന്ന് ക്ഷീണിക്കുകയോ തളരുകയോ ഇല്ല. അവിടുത്തെ മനസ്സഗ്രാഹ്യമാണ്. തളർന്നവന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം. ചെറുപ്പക്കാർ ശക്തിയേറ്റു വീഴാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. സ്നേഹമുള്ളവർ, ഇപ്പോൾ ഈ നോമ്പ് കാലത്ത് നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികളുണ്ടാകാം, കുടുംബത്തിലും പ്രശ്നങ്ങളുണ്ടാകാം, ദാമ്പത്യ ജീവിതത്തിലും പ്രശ്നങ്ങളുണ്ടാകാം, മക്കളുമായിട്ടുള്ള ബന്ധത്തിൽ പ്രതിസന്ധികളുണ്ടാകാം, അയൽപ്പക്ക ബന്ധങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാകാം, ലോൺ എടുത്ത് ജപ്തി നടപടികൾ മുമ്പിൽ നിൽക്കുന്നുണ്ടാകാം. എന്തൊക്കെ വന്നാലും ദാവീദ് രാജാവ് നമ്മളോട് പറയുകയാണ്: കർത്താവിൻ്റെ കരങ്ങളിലാണ് എൻ്റെ ജീവിതം, എൻ്റെ കുടുംബം എന്ന് ചിന്തിച്ചാൽ ശാന്തമായിട്ട് കിടന്നുറങ്ങാൻ നമുക്ക് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. പത്രോസ്ലീഹായുടെയും പൗലോസ്ലീഹായുടെ ജീവിതത്തിൽ ഒത്തിരി വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു വലിയ മാതൃകളാണ്. പക്ഷെ അവരുടെ ജീവിതത്തിൽ വിജയങ്ങൾ മാത്രമാണോ ഉണ്ടായത്? അവരുടെ ജീവിതത്തിൽ എന്തുമാത്രം ദുരിതങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ജയിൽവാസം ഉണ്ടായിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ എന്തുമാത്രം ആശ്വാസമായിരുന്നു. അതുകൊണ്ടല്ലേ അവർക്ക് അവരുടെ കയ്യിലും കാലിലും ചങ്ങലയൊക്കെ അണിയിച്ചിട്ട് ജയിലിൽ കിടക്കുമ്പോഴും സന്തോഷത്തോടെ പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കാൻ പൗലോസിനും പത്രോസിനൊക്കെ സാധിച്ചത് അവർ കർത്താവിൻ്റെ കരങ്ങളിലാണ് തങ്ങളുടെ ജീവിതമെന്ന് ചിന്തിച്ചതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഈ ഒരു ബോധ്യം നമുക്ക് എല്ലാവർക്കും ലഭിക്കണം, നമ്മുടെ മക്കൾക്ക് ലഭിക്കണം, അടുത്ത തലമുറകൾക്ക് ലഭിക്കണം, യുവതി-യുവാക്കൾക്ക് ലഭിക്കണം. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലും നമ്മുടെ കുടുംബത്തിലും ആത്മഹത്യകളും മരണങ്ങളും കൊലപാതകങ്ങളും അത് വർദ്ധിച്ചു വന്നുകൊണ്ടേയിരിക്കും. സ്നേഹമുള്ളവരെ, കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് കർത്താവിന് ഏത് പ്രശ്നത്തെയും കൈകാര്യം ചെയ്യാൻ സാധിക്കുമെന്നും
ഏത് പ്രശ്നത്തെക്കാളും വലിയവനാണ് കർത്താവ് എന്നൊരു ചിന്തയും ബോധ്യവും ലഭിക്കണം. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. 121 സങ്കീർത്തനത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. കർത്താവാണ് നിന്റെ കാവൽക്കാരൻ. നിനക്ക് തണലേകാൻ അവിടുന്ന് നിന്റെ വലതുഭാഗത്തുണ്ട്. പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല. സകല തിന്മകളിൽ നിന്ന് കർത്താവ് നിന്നെ കാത്തുകൊള്ളും. അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കും. കർത്താവ് നിന്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. സ്നേഹമുള്ളവരെ, കുടുംബത്തിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, മക്കളെയൊക്കെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി മാത്രമായിരിക്കരുത് അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത്. പരീക്ഷ ജയിക്കാനോ അല്ലെങ്കിൽ കടം വീടാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാകരുത്. കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് കർത്താവ് സംരക്ഷകനാണ്. കർത്താവിൻ്റെ കരങ്ങളിൽ ജീവിതം സമർപ്പിച്ചാൽ കർത്താവ് നമ്മളെ നോക്കിക്കൊള്ളും. കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ കൂടെയുണ്ടാകും. ഏത് പ്രതിസന്ധിയിലും ദൈവം നമുക്ക് ബലം പകരും. അങ്ങനെയൊക്കെ മക്കൾക്ക് പറഞ്ഞു കൊടുത്താലേ അവരുടെ ജീവിത പ്രതിസന്ധികൾ അവർ കർത്താവിൽ ആശ്രയിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. സ്നേഹമുള്ളവർ, ഒരു നിമിഷം കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ വചനം കർത്താവ് വെളിപ്പെടുത്തി തന്നത്, ഇന്ന് ഈ ധ്യാനത്തിൽ സംബന്ധിക്കുന്ന കുറച്ചു പേർ വലിയ സങ്കടത്തിലും നിരാശയിലും എന്ത് ചെയ്തിട്ടും ജീവിതത്തിൽ കരകയറാൻ സാധിക്കുന്നില്ല, ആത്മഹത്യ പോലും ചെയ്താലോ എന്ന് ചിന്തിക്കുന്ന ചിലരുണ്ടെന്ന് ഈശോ വെളിപ്പെടുത്തിയത് കൊണ്ടാണ് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സമർപ്പിക്കാം. ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധി വന്നാലും സ്വന്തം മകൻ തന്നെ കൂട്ടുകാരോടൊപ്പം തൻ്റെ കൊട്ടാരത്തിൻ്റെ പുറത്ത് തന്നെ കൊല്ലാൻ നിൽക്കുമ്പോഴും ദാവീദ് രാജാവ് ശാന്തമായിട്ട് കിടന്നുറങ്ങി. 10,000 തനിക്ക് ചുറ്റും തന്നെ കൊല്ലാൻ നിൽക്കുമ്പോഴും അദ്ദേഹം ഭയപ്പെടാതെ നിന്നു. അതിൻ്റെ കാരണം ദാവീദ് പറയുന്നിങ്ങനെയാണ്, ഞാൻ എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലാണ്. എൻ്റെ കർത്താവ് അറിയാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല. ആ ബോധ്യം ദാവീദിനുണ്ടായിരുന്നു. സ്നേഹമുള്ളവരെ, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:31 വചനം പറയുന്നുണ്ട്, ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആരും നമുക്കെതിരെ നിൽക്കും. ആ ഒരു ബോധ്യമാണ് നമുക്കുണ്ടാകേണ്ടത്. പ്രതിസന്ധികളുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും, രോഗങ്ങളുണ്ടാകും, തകർച്ചകളുണ്ടാകും, തെറ്റിദ്ധാരണകളുണ്ടാകും, പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം. വിജയങ്ങളുണ്ടാകും, പരാജയങ്ങളുണ്ടാകും. പക്ഷേ എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലാണ് എൻ്റെ ജീവിതമെന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് കർത്താവിൽ നമുക്ക് ആശ്രയിക്കാനും കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനും വിശ്വാസത്തിൽ വളരാനും കർത്താവിൻ്റെ കൽപ്പനകൾ സ്നേഹിക്കാനും നമുക്ക് സാധിക്കണം. എല്ലാ കൽപ്പനകളും ലംഘിച്ച് പാപകരമായ ജീവിതം നയിച്ചിട്ട് ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണെന്ന് അവകാശപ്പെട്ടതുകൊണ്ട് കാര്യമില്ല. കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാനും കർത്താവിനെ സ്നേഹിക്കാനും കർത്താവിനോട് പ്രാർത്ഥിക്കാനും നമുക്ക് കഴിയണം. എന്നിട്ട് കർത്താവിൻ്റെ കരങ്ങളിലാണ് നമ്മുടെ ജീവിതം, എൻ്റെ കുടുംബമെന്ന് നമ്മൾ പറഞ്ഞാൽ കർത്താവ് നമുക്ക് സംരക്ഷണം തരിക തന്നെ ചെയ്യും. ആ ഒരു ബോധ്യം നമുക്കും പുതിയ തലമുറയ്ക്കും ഇപ്പോഴുള്ള എല്ലാവർക്കും, പ്രത്യേകിച്ച് മരണത്തെക്കുറിച്ച് ജീവിക്കേണ്ട, ആത്മഹത്യ ചെയ്താൽ മതി എന്ന് ചിന്തിക്കുന്ന എല്ലാവർക്കും ലഭിക്കുവാനും, ഇനിയിപ്പോൾ കുറേ പരീക്ഷകൾ എഴുതിയിട്ടുണ്ട്, ആ പരീക്ഷകളുടെയൊക്കെ റിസൾട്ട് വരുമ്പോൾ മക്കൾക്ക്, പരാജയപ്പെടുന്നവർക്ക് ആ പരാജയങ്ങളൊക്കെ ഉൾക്കൊള്ളാനും കഴിയാനും കർത്താവിൻ്റെ കരങ്ങളിൽ ആശ്രയിക്കാനുള്ള ശക്തി ലഭിക്കാനും നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ച് ഒരു ഗാനം പാടാനായിട്ട് ഒരുങ്ങാം. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, വചനത്തിന്റെ ശക്തിയും വചനത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ശക്തിയും ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. വെളിപ്പെടുത്തി തരണമേ. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ദാവീദ് രാജാവിന്റെ ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ. ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു, ഉണർന്നെഴുന്നേൽക്കുന്നു. എന്തെന്നാൽ ഞാൻ കർത്താവിന്റെ കരങ്ങളിലാണ്. എനിക്കെതിരെ 10,000 പാളയമടിച്ചാലും ഞാൻ ഭയപ്പെടുകയില്ല.
ഭയപ്പെടുകയില്ല. ഞാൻ കർത്താവിന്റെ കരങ്ങളിലാണ്. കർത്താവായ യേശുവേ, ജീവിത പ്രതിസന്ധികളും പരാജയങ്ങളും തകർച്ചകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഞങ്ങളെ വലയ്ക്കുമ്പോൾ ഞങ്ങളിലുള്ള പ്രത്യാശ എടുത്തു കളയുമ്പോൾ, നിരാശ കൊണ്ട് ഞങ്ങൾ നിറയുമ്പോൾ, കർത്താവായ യേശുവേ, ഭയം ഞങ്ങളെ അലട്ടുമ്പോൾ ദാവീദിനെ പോലെ ശാന്തമായിട്ട് കിടന്നുറങ്ങുവാൻ ഞങ്ങൾ കർത്താവിന്റെ കരങ്ങളിലാണ് എന്നുള്ള ബോധ്യം, ഉറച്ച വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ. കർത്താവ് അറിയാതെ ഒന്നും എന്റെ ജീവിതത്തിലോ കുടുംബത്തിലോ സംഭവിക്കുകയില്ല. ഉറച്ചു വിശ്വസിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, മഹത്വം, മഹത്വം, മഹത്വം കർത്താവ്. യേശുവേ ആരാധന, ആരാധന, മഹത്വം, മഹത്വം കർത്താവ്. മഹത്വം, മഹത്വം കർത്താവ്. യേശുവേ ആരാധന, ആരാധന. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കണം. കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരങ്ങൾ അടിച്ചുകൊണ്ട് ശക്തമായി കരങ്ങൾ അടിച്ചുകൊണ്ട് എന്നെ കൈവിടാത്തവൻ യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ യേശുവൻ കൂടെയുണ്ട്. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ യേശുവൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എരുതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. എരുതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. വീഴുന്നതോ തീയിലല്ല, എന്നേശുവിൻ കരങ്ങളിലാ. വീഴുന്നതോ തീയിലല്ല, എന്നേശുവിൻ കരങ്ങളിലാ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ഘോരമാം ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോ, ഘോരമാം ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോ, നടക്കുന്നതേശുവത്രേ ഞാനവൻ കരങ്ങളിലാ. നടക്കുന്നതേശുവത്രേ ഞാനവൻ കരങ്ങളിലാ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്.
പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ദൈവം എനിക്കനുകൂലം, അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവം എനിക്കനുകൂലം, അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവം അനുകൂലമെങ്കിൽ പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു കരങ്ങൾ ഉയർത്തി. ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു. എല്ലാ കുടുംബങ്ങളെയും എല്ലാ മക്കളെ അനുഗ്രഹിക്കണം. എല്ലാ ഭാരങ്ങളും ഈശോയെ ഏൽപ്പിക്കാൻ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. എല്ലാ ഭയങ്ങളും കർത്താവിനെ ഏൽപ്പിക്കാൻ വിശ്വാസം നൽകണമേ. എല്ലാ തകർച്ചകളും ഈശോയെ ഏൽപ്പിക്കാൻ വിശ്വാസം നൽകണം. ഞാൻ കർത്താവിന്റെ കരങ്ങളിലാണ്. യേശുവേ, വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ദൈവത്തിൽ ആശ്രയിക്കാനുള്ള കൃപ നൽകണമേ. സൗഖ്യം നൽകണമേ. ഒരാളെ പോലും വെറുകയോടെ പറഞ്ഞേക്കരുത്. യേശുവേ, ആരാധന ആരാധന ആരാധന. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു കർത്താവ്, സ്തുതിക്കുന്നു കർത്താവ്, സ്തുതിക്കുന്നു കർത്താവ്, സ്തുതിക്കുന്നു കർത്താവ്. യേശുവേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവെ അനുഗ്രഹിക്കണം. എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം. യേശുവേ, ആരാധന ആരാധന ആരാധന. മഹത്വം 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 കർത്താവ്. സ്തുതി 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 സ്തുതി. ആരാധന 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 ആരാധന. യേശുവേ, ആരാധന 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 ആരാധന. മഹത്വം 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 കർത്താവ്. സ്തുതി 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 സ്തുതി. ആരാധന ആരാധന ആരാധന. യേശുവേ, ആരാധന ആരാധന ആരാധന. മഹത്വം 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 കർത്താവ്. സ്തുതിക്കുന്ന കർത്താവ്, സ്തുതിക്കുന്ന കർത്താവ്, സ്തുതിക്കുന്ന കർത്താവ്, സ്തുതിക്കുന്ന കർത്താവ്, സ്തുതിക്കുന്ന കർത്താവ്, സ്തുതിക്കുന്ന കർത്താവ്. യേശുവേ, അനുഗ്രഹിക്കണം. എല്ലാ മക്കളെ അനുഗ്രഹിക്കണം. എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ. കെട്ടുകൾ പൊട്ടിപ്പോകട്ടെ. പൈശാചിക പീഡകൾ വിട്ടുപോകട്ടെ. ഭയം വിട്ടുപോകട്ടെ. ശക്തി നിറയട്ടെ. നിരാശ വിട്ടുപോകട്ടെ. ആത്മഹത്യ ചിന്ത വിട്ടുപോകട്ടെ. ജീവിക്കാനുള്ള കൃപ ലഭിക്കട്ടെ. സാമ്പത്തിക ബാധ്യതകൾ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. ജപ്തി നടപടികൾ യേശുനാമത്തിൽ ഒഴിവാകട്ടെ. കൃപ നിറയട്ടെ. അഭിഷേകം നിറയട്ടെ. ഭിന്നതകൾ മാറിപ്പോകട്ടെ. ശക്തിയുടെ അഭിഷേകം, കൃപയുടെ അഭിഷേകം, വിടുതലിന്റെ അഭിഷേകം യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതി 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 സ്തുതി. ആരാധന ആരാധന ആരാധന. മഹത്വം 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 കർത്താവേ. എല്ലാ മഹത്വവും ഈശോ, എല്ലാ മഹത്വവും ഈശോ. ഈശോയെ, എല്ലാ മഹത്വവും ഈശോ. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഞങ്ങൾ അനുഗ്രഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഞങ്ങളെ സുഖപ്പെടുത്തുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ശാന്തമായ കർത്താവ് നമ്മൾ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധമായ നിമിഷങ്ങളാണ്. കർത്താവിൻ്റെ പ്രകാശം, സൗഖ്യത്തിൻ്റെ കരം നമ്മുടെ ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക് കടന്നു വരുന്ന സമയങ്ങളാണ്. ഈശോയ്ക്ക് നന്ദി പറയാം. നമ്മുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കാം.
എല്ലുകൾക്ക് തേയ്മാനം വരികയും പ്രത്യേകിച്ച് കാലുകളുടെ എല്ലുകൾ തേയ്മാനം വരികയും ബലക്കുറവുണ്ടാവുകയും ചെയ്യുന്ന 2 പേരെ കർത്താവ് ഇപ്പോൾ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഏതോ വന്യജീവികളെ കണ്ട് വല്ലാതെ ഭയപ്പെട്ട ഒരു വ്യക്തിയിൽ നിന്ന് ആ ഭയം മാറ്റി ഈശോ അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ജീവിതത്തിൽ പലതും പരീക്ഷിച്ച് നോക്കിയിട്ട് രക്ഷപ്പെടാനാകുന്നില്ല. അങ്ങനെ സാമ്പത്തികമായിട്ട് വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നു. മരിച്ചാലോ എന്ന് പോലും ചിന്തിച്ചിരുന്ന 16ഓളം പേരെ കർത്താവ് പ്രത്യാശ നൽകി അവരുടെ ജീവിതങ്ങളിൽ ഇടപെട്ട കർത്താവ് അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യൂറിനറി ഇൻഫെക്ഷൻ, കിഡ്നി സ്റ്റോൺ, അതുപോലെയുള്ള അസ്വസ്ഥതകളും രോഗങ്ങളുമുള്ള ബ്ലേഡർ സംബന്ധമായ അസുഖം, ഇതിൽ 6 പേരെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. കാലുകൾക്ക് ബലം കുറയുക, നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക, ഇങ്ങനെയൊക്കെ അസ്വസ്ഥതയുള്ള 17ഓളം പേരെ കർത്താവ് ശക്തി നൽകി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി. ശക്തമായ തലവേദന, മൈഗ്രെയിൻ പോലെയുള്ള തലവേദനയും അസ്വസ്ഥതകളുമുള്ള 7 പേരെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. മക്കളുടെ പഠനം, തുടർ പഠനങ്ങൾ, അവരുടെ ജീവിത ശൈലികൾ, അവരുടെ ജീവിതത്തിലെ പ്രത്യേകതകൾ, ഇതൊക്കെ ചിന്തിച്ച് മക്കളുടെ കാര്യങ്ങളൊക്കെ എന്തായി തീരും എന്ന് വലിയ ഉത്കണ്ഠയോടെ ജീവിക്കുന്ന 36 മാതാപിതാക്കളെ ഈശോ അനുഗ്രഹിക്കുന്നു. അവരുടെ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. തൊണ്ടയ്ക്ക് വേദന, തൊണ്ടയിൽ പഴുപ്പ്, ഇങ്ങനെയൊക്കെ അസ്വസ്ഥതകളുള്ള 4 പേരെ കർത്താവ് സുഖപ്പെടുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. 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 കുറച്ച് നാളുകളായിട്ട് ഉറങ്ങാൻ കഴിയുന്നില്ല, രാത്രിയിൽ ഉറങ്ങാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള 18 പേർക്ക് കർത്താവ് ശാന്തമായി ഉറങ്ങാനുള്ള അഭിഷേകം നൽകുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. കണ്ണുകളുടെ കാഴ്ച കുറയുന്നത് പോലെയുള്ള ഒരു അനുഭവം, കണ്ണുകളിൽ നിന്ന് വെള്ളം വരിക, അസ്വസ്ഥതകൾ ഉണ്ടാവുക, ഇങ്ങനെയുള്ള 3 പേരെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. കാൽമുട്ടുകളിൽ വലിയ വേദന, കാൽമുട്ട് മടക്കാനോ അതോടൊപ്പം മുട്ടുകുത്തി നിൽക്കാനോ ഒന്നും സാധിക്കാത്ത വിധത്തിൽ കാൽമുട്ട് സംബന്ധമായ രോഗങ്ങളുള്ള 7 പേരെ കർത്താവ് അനുഗ്രഹിക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. നട്ടെല്ല് സംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകളുണ്ട്, ശക്തമായ നടുവേദനയുണ്ട്, ഇങ്ങനെയുള്ള 16 പേരെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ലിവർ സംബന്ധമായ അസുഖമുണ്ട്, അങ്ങനെയുള്ള ഒരാളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആരോട് ശക്തമായ വൈരാഗ്യമുണ്ട്, കൊലപാതക ചിന്ത പോലും ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് കർത്താവ് അനുതാപം നൽകുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. 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 പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയ്ക്ക്, ഞങ്ങളെ സുഖപ്പെടുത്തുന്ന ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ഒരു സാക്ഷ്യം. ശോഭന, അടിവാരം, മണ്ടോളിൽ. ഞാൻ ഇവിടെ ജൂബിലി ധ്യാന കേന്ദ്രത്തിൽ
വന്ന് താമസിച്ചുള്ള 2 ധ്യാനങ്ങൾ കൂടുകയും ഇവിടുത്തെ അച്ഛന്മാരുടെ അടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി എൻ്റെ നഷ്ടപ്പെട്ട ജോലി തിരിച്ചു കിട്ടി. ദൈവത്തിന് സ്തുതിയും നന്ദിയും പറയുന്നു. ശോഭന അടിവാരം. കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. അധ്വാന ഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ല വലയുന്നോരേ, ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു. ഈശോയുടെ തിരുമുഖമേ, ഈശോയുടെ തിരുമുഖമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയുടെ പക്കൽ എത്തുന്നതുവരെ ഞങ്ങൾ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. അങ്ങേക്ക് ഞങ്ങളെ അത്ഭുതകരമായി രക്ഷിക്കുവാൻ കഴിയുമല്ലോ. ആബാ പിതാവേ, ഈശോയുടെ തിരുമുഖത്തിന്റെ അനന്തമായ യോഗ്യതകളാൽ ഞങ്ങളുടെ നിയോഗങ്ങൾ സാധിച്ചു തരണമേ. തിരുമുറിവുകളാൽ ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. തിരുരക്തത്താൽ ആവൃതമായിരുന്ന ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഞങ്ങളിൽ അലിവ് തോന്നി കണ്ണീരൊഴുക്കിയ ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഞങ്ങൾക്ക് വേണ്ടി നിന്ദിക്കപ്പെട്ട ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഏറ്റവും കഠിനമായ വേദനകൾ പോലും ശാന്തമായി സഹിച്ച ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. മാലാഖമാരും വിശുദ്ധരും ആരാധിക്കുന്ന ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ഈശോയുടെ തിരുമുഖം ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചരുളണമേ. ആമീൻ. ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ അനുഗ്രഹിക്കണമേ. എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോ എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ. കർത്താവിൻ്റെ വലിയ കൃപകൾ, അഭിഷേകം എല്ലാവരിലേക്കും കടന്നു വരട്ടെ. യേശുവിൻ്റെ ശക്തി നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അഭിഷേകം ഒഴുകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൃപ നിറയാൻ വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, യേശുവേ, യേശുവേ. കുടുംബത്തിലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ രോഗങ്ങൾ വരുന്നു, രോഗങ്ങൾ വിട്ടൊഴിയുന്നില്ല. അത് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന 11ഓളം കുടുംബങ്ങൾ ഈശോ അനുഗ്രഹിക്കുന്നുണ്ട്. ആ തടസ്സം, ആ പീഡ ഈശോ എടുത്ത് മാറ്റുന്നുണ്ട്. ഹല്ലേലൂയ, യേശുവേ നന്ദി. മാനസികമായിട്ടുള്ള അസ്വസ്ഥതകൾ, പലവിധത്തിലുള്ള ടെൻഷൻ മൂലം ഉണ്ടായിട്ടുള്ള 4 പേരെ കർത്താവ് ശാന്തത നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുവാൻ, നാവിനെ നിയന്ത്രിക്കാൻ കർത്താവ് 21 പേരോട് ആവശ്യപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. പല വിധത്തിലുള്ള ജഡിക പാപങ്ങൾ, തെറ്റായ കാഴ്ചകൾ, അങ്ങനെയൊക്കെയുള്ള ആ മേഖലകളിൽ വീണുപോയിട്ടുള്ള 21ഓളം പേർക്ക് കർത്താവ് അതിൽ നിന്ന് വിടുതൽ നൽകുന്നുണ്ട്. ഹല്ലേലൂയ, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ
ചിന്തനമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.